നമസ്കാരം. നമ്മുടെ ഒരു പുതിയ ഫോൺ ആണെങ്കിലും പഴയ ഫോൺ ആണെങ്കിലും ആ ഫോണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ആ ഫോണിലെ ഡേറ്റയാണ്. നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ കാര്യങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്മാർട്ട് ഫോൺ കൊണ്ട് നടക്കുന്നത്. അപ്പം നമ്മൾ പുതുതായിട്ടൊരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ നമ്മുടെ പഴയ ഫോണിലെ ഡേറ്റ എങ്ങനെ പുതിയ ഫോണിലേക്ക്, അതായത് പഴയ ഫോണിലെ ആപ്സും ഡോക്യുമെന്റ്സും മ്യൂസിക്കും ഫോട്ടോസും എല്ലാം എങ്ങനെ പുതിയ ഫോണിലേക്ക് ആക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. സാംസങ്ങിന്റെ ഫോണുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സാംസങ് സ്മാർട്ട് സ്വിച്ച് എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ചൊക്കെ ഡേറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ആ ലിമിറ്റേഷൻസ് ഒന്നുമില്ലാതെ നമുക്ക് ആൻഡ്രോയിഡ് ടു ഐഫോൺ, ഐഫോൺ ടു ആൻഡ്രോയിഡ്, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡിലോട്ടൊക്കെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വണ്ടർ ഷെയറിന്റെ മൊബൈൽ ട്രാൻസ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആദ്യം ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. മൊബൈൽ ട്രാൻസ് ആപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രാൻഡുകളുടെയും എല്ലാ മോഡൽ ഫോണുകളിലും ഇത് വർക്ക് ചെയ്യും. ഇത് പഴയ ഒരു ഫോണാണ്, അസൂസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഫോണാണ്. ഇതിലെ ഡേറ്റ ഞാൻ എന്റെ പുതിയ സാംസങ്ങിലേക്കാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഡേറ്റ മെർജ് ചെയ്യാനായിട്ട് ഫോൺ ഫോർമാറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്യൂർ ആയിട്ട് സേഫ് ആയിട്ട് തന്നെ ഡേറ്റ ട്രാൻസ്ഫറിങ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം ചെയ്തത് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു വണ്ടർ ഷെയറിന്റെ ID ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുക. നമ്മുടെ ഓൾഡ് ഫോണിലും ന്യൂ ഫോണിലും ഈ സെയിം ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിപ്പോൾ എന്റെ ഓൾഡ് ഫോണാണ്. ഓൾഡ് ഫോണിൽ ഞാൻ മൊബൈൽ ട്രാൻസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഒന്ന് ഐക്ലൗഡ് ടു ആൻഡ്രോയിഡ്, വാട്സ്ആപ്പ് ട്രാൻസ്ഫർ, ഫോൺ ടു ഫോൺ ട്രാൻസ്ഫർ. അപ്പോൾ നമ്മളിവിടെ ഫോൺ ടു ഫോൺ ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ഫോൺ ഓൾഡ് ഫോൺ ആണോ ന്യൂ ഫോൺ ആണോ എന്ന് സെലക്ട് ചെയ്യണം. ഇതെന്റെ ഓൾഡ് ഫോൺ ആണ്. ഞാൻ ഇവിടെ നിന്ന് ഓൾഡ് ഫോൺ സെലക്ട് ചെയ്യുന്നു. അടുത്തത് ഡേറ്റ ആൻഡ്രോയിഡിലേക്കാണോ ഐഫോണിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യണം. എൻ്റെ ആൻഡ്രോയിഡ് ഫോൺ ആണുള്ളത്. അപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് ഫോൺ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എന്തൊക്കെ ഡേറ്റയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഇവിടെ സെലക്ട് ഓൾ കൊടുത്തുകൊണ്ട് നമുക്ക് എല്ലാ ഡേറ്റയും ഒരു സിമ്പിൾ ക്ലിക്കിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും മ്യൂസിക്കും മാത്രമായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡോക്യുമെന്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഡോക്യുമെന്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. അങ്ങനെ ഏത് വേണമെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെന്റ്സ് ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് ഈ സെൻഡ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് സെൻഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. സെൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് വരും. ഇവിടെ QR കോഡ് സ്കാൻ ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് QR കോഡ് കിട്ടേണ്ടത് നമ്മളുടെ ന്യൂ ഫോണിലാണ്. ഓക്കെ, ഇതെന്റെ ന്യൂ ഫോണാണ്. ന്യൂ ഫോണിൽ ഞാൻ സെയിം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, മൊബൈൽ ട്രാൻസ്. ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ സെയിം ഇന്റർഫേസ് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ ഫോൺ ടു ഫോൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ ഇത് ഓൾഡ് ഫോൺ ആണോ ന്യൂ ഫോൺ ആണോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ഫോൺ നമ്മൾ ഓൾഡ് ഫോൺ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ന്യൂ ഫോൺ ആണ്. അപ്പോൾ ന്യൂ ഫോണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ കുറെ പെർമിഷൻസ് ചോദിക്കും. ജസ്റ്റ് ഈ പെർമിഷൻസ് എല്ലാം തന്നെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ നമുക്ക് ഇതുപോലൊരു QR കോഡ് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു QR കോഡ് നമുക്ക് നമ്മളുടെ ഓൾഡ് ഫോൺ വെച്ച് സ്കാൻ ചെയ്യണം. അപ്പൊ ന്യൂ ഫോണിലെ QR കോഡ് ഞാൻ ഇതേപോലെ ഓൾഡ് ഫോൺ വെച്ചിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ ട്രാൻസ്ഫറിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ആണോ സെലക്ട് ചെയ്തത് അതിവിടെ നിന്ന് സെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾഡ് ഫോണിൽ നമുക്ക് അതിന്റെ പ്രോഗ്രസ് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ന്യൂ ഫോണിൽ നമുക്ക് പ്രോഗ്രസ് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ഡേറ്റ നമ്മളുടെ ന്യൂ ഫോണിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഇവിടെ സെൻഡിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സെൻഡ് സക്സസ്ഫുള്ളി ഇവിടെ എഴുതി വന്നിട്ടുണ്ട്. ഫുൾ ഡേറ്റ നമ്മളുടെ ന്യൂ ഫോണിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഓൾഡ് ഫോണിൽ ഡൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇതിന്റെ ന്യൂ ഫോണാണ്. ന്യൂ ഫോണിൽ നമ്മൾ അയച്ച ഡേറ്റ എല്ലാം റിസീവ്ഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി വന്നിട്ടുണ്ട്. ഇവിടെ ട്രാൻസ്ഫേർഡ് ഐറ്റംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ച ഡേറ്റാസ് എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഫോട്ടോ, വീഡിയോസ്, ഡോക്യുമെന്റ് അങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കി ആ പഴയ ഫോണിൽ ഉണ്ടായിരുന്ന ഫോട്ടോസ് എല്ലാം തന്നെ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. വീഡിയോസിൽ ക്ലിക്ക് ചെയ്യാണ്, വീഡിയോസ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഡോക്യുമെന്റ്സിൽ ക്ലിക്ക് ചെയ്യാണ്, എല്ലാ ഡോക്യുമെന്റ്സും അതേപോലെ തന്നെ എന്റെ ന്യൂ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യമുള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ പഴയ ഫോണിന്റെ ഡേറ്റ പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആൻഡ്രോയിഡ് ആണോ ഐഫോൺ ആണോ എന്നുള്ളൊരു ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ഒരു സിംഗിൾ ക്ലിക്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡേറ്റ ട്രാൻസ്ഫറിംഗ് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ടോട്ടലി ഫ്രീ
ഫ്രീ ആയിട്ടുള്ള ആപ്പ് അല്ല, ഇതിന്റെ പ്രോ വെർഷൻ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആവശ്യമുള്ള ഒരു ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയറോട് ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.